മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോകാം അല്ലേ. ഇപ്പം നമ്മൾ എടുക്കുന്നത് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിൽ 2 പാർട്ട് എടുത്ത് കഴിഞ്ഞു. ഇനി ഒരു മൂന്നാമത് ചെറിയൊരു പാർട്ടും കൂടി നമുക്ക് പറയാനുണ്ട്. അതും കൂടിയും പറഞ്ഞിട്ട് വേണം നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോകാൻ കേട്ടോ. അപ്പം നമുക്ക് ഇനി എടുക്കാനുള്ളത് ഡിപ്പെൻഡൻറ്റ് എന്തെങ്കിലും ഇപ്പം നമ്മൾ വേരിയബിൾസ് തരുന്ന സമയത്ത് നമുക്ക് ഈ വാല്യൂസ് തരുന്ന സമയത്ത് അവ തമ്മിലുള്ള ഡിഫറൻസ് ഡിപ്പെൻഡൻറ്റ് സാമ്പിൾ പെയർഡ് ഒബ്സർവേഷൻ ആണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. 2 ഒബ്സർവേഷൻ തരും, എന്നിട്ട് അവ തമ്മിൽ എത്രത്തോളം പെയർഡ് ഒബ്സർവേഷൻ എത്രത്തോളമാണ് പെയർഡ് എന്നുള്ളതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് പറയുന്നത്. അപ്പം ഞാനതൊന്ന് എഴുതാം. സിമ്പിളാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല, സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. ഇത് വളരെ സിമ്പിളാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. ടെസ്റ്റിംഗ് significance of difference in the case of dependent samples ബ്രാക്കറ്റിൽ പെയർഡ് ഒബ്സർവേഷൻ അപ്പം ഇതിൽ പറയുന്നത് ടെസ്റ്റിംഗ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ഇൻ ദ കേസ് ഓഫ് ഡിപ്പെൻഡൻറ്റ് സാമ്പിൾ ഓർ പെയർഡ് ഒബ്സർവേഷൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എ വാല്യൂ ഫ്രം വൺ സാമ്പിൾ വിത്ത് ദ കറസ്പോണ്ടിങ് വാല്യൂ ഇൻ ദ അതർ സാമ്പിൾ ആർ ടുഗദർ ടേക്കൺ, രണ്ടും കൂടി ചേർന്നിട്ട് ആൻഡ് ഫോംഡ് എ പെയർ, ഒരു പെയർ ആയിട്ടാണ് വെച്ചെങ്കിൽ അതിനെയാണ് പെയർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഹിയർ ദിസ് ഹൈപ്പോത്തസിസ് ദർ ഈസ് നോ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു സെറ്റ്സ് ഓഫ് ഒബ്സർവേഷൻ. അപ്പം നമുക്ക് എന്താണ് ഇതിൽ പറയുന്നത് വെച്ചെങ്കിൽ ഒരു സാമ്പിളിൽ നിന്ന് കിട്ടുന്ന വാല്യൂ കറസ്പോണ്ടിങ് വാല്യൂ ഇൻ ദ സാമ്പിൾ അതർ സാമ്പിൾ ആർ ടുഗദർ ഫോംഡ് എ പെയർ ആയിട്ടാണ് അവിടെ ഫോം ചെയ്യുന്നത്. അതിനെയാണ് പെയർ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ ദർ ഈസ് നോ സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു സെറ്റ്സ് ഓഫ് ഒബ്സർവേഷൻ. അതിൽ നമ്മളിങ്ങനെ വരുമ്പോൾ ഇങ്ങനെ പെയർ ആയിട്ടാണ് നമ്മളോട് പറയുന്നത് വെച്ചെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ടി ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. വി ക്യാൻ അപ്ലൈ ദി ടി ടെസ്റ്റ്. നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ടി ടെസ്റ്റ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇനി ടി ടെസ്റ്റ് കാണാനുള്ള സമവാക്യം ടി ടെസ്റ്റ് ഈസ് ഈക്വൽ ടു ഡി ഡാഷ് ബൈ സ്റ്റാൻഡേർഡ് എറർ. ടി ടെസ്റ്റ് കാണാനുള്ള സമവാക്യമാണ് ഡി ഡാഷ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. ഇനി ഡി ഡാഷ് ഈസ് ഈക്വൽ ടു ഡി ഡാഷ് കാണുക എങ്ങനെ വെച്ചെങ്കിൽ ദ മീൻ ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂസ് മീൻ ഓഫ് ദി difference between the values. The mean of the d dash എന്ന് പറഞ്ഞാൽ the mean of the difference between the values. ഇനി സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള സമവാക്യമാണ് സ്റ്റാൻഡേർഡ് എറർ ഈസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ റൂട്ട് എൻ മൈനസ് 1. സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള സമവാക്യം എസ് ഡിവൈഡഡ് ബൈ റൂട്ട് എൻ മൈനസ് എൻ. എസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എസ് ഈസ് ഈക്വൽ ടു ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എസ് ഈസ് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഡി വാല്യൂസ്. ഇനി ഡിഗ്രി ഓഫ് ഫ്രീഡം കാണണ്ടേ? ടി ടെസ്റ്റിൽ എങ്ങനെ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണുക? ടി ടെസ്റ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ടി ടെസ്റ്റിൽ എങ്ങനെയാണ് നമുക്ക് വരിക എന്ന് നമുക്കറിയാം. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ്? n-1. ടി ടെസ്റ്റിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാനുള്ള സമവാക്യമാണ് n-1 എന്നുള്ളതാണ് സമവാക്യം. അപ്പോൾ ഇതാണ് നമുക്ക് പറയുന്നത് പെയർഡ് ഒബ്സർവേഷൻ വരുമ്പോഴത്തേയാണ് അതിൽ ടി ടെസ്റ്റാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ടി ടെസ്റ്റ് ഈസ് ഈക്വൽ ടു ഡി ഡാഷ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മീൻ ഓഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂസ്. എസ് സി എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് എറർ. എസ് സി കാണാൻ എസ് ഡിവൈഡഡ് ബൈ റൂട്ട് n-1. എസ് ഈസ് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി ഡി വാല്യൂസ്. ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാനുള്ള സമവാക്യമാണ് n-1 ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാനുള്ള ഇക്വേഷൻ. ഈ കണക്ക് എഴുതാം, ശ്രദ്ധിക്കുക കേട്ടോ. നോക്കുക.
10 soldiers visit 10 soldiers visit എന്തിനു വന്നു? എ റൈഫിൾ റേഞ്ച് ഫോർ a rifle range for 2 consecutive weeks. For 2 consecutive weeks. 2 consecutive weeks. Their score are അവരുടെ സ്കോർ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ്? 67, 24, 57, 55, 63, 54, 63, 54, 56, 68, 33. അവരുടെ സ്കോറുകളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ആൻഡ് ഡ്യൂറിങ് ദ സെക്കൻഡ് വീക്ക് they score in the same order. In the same order 70, 38, 58, 56, 67, 68, 72, 42, പിന്നെ 38. ഇങ്ങനെ രണ്ടെണ്ണമായിട്ടാണ് നമുക്ക് തരുന്നത്. അതാണ് പെയർഡ് ഒബ്സർവേഷൻ അല്ലേ? എക്സാമിൻ ഇഫ് ദർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് പെർഫോമൻസ്. എക്സാമിൻ ഇഫ് ദർ ഈസ് എ significant difference in their performance. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കണക്ക്. അപ്പോൾ എന്താ പറയുന്നത്? 10 soldiers visit a rifle range for 2 consecutive weeks. തുടർച്ചയായ 2 ആഴ്ച അല്ലേ? അവരുടെ സ്കോറുകളാണ് തന്നിരിക്കുന്നത്. ആൻഡ് ഡ്യൂറിങ് ദ സെക്കൻഡ് വീക്ക്, ആദ്യത്തെ വീക്കിൽ ഇത്ര, സെക്കൻഡ് വീക്കിൽ ഇത്ര. അപ്പം ഒരു പെയർഡ് ഒബ്സർവേഷൻ അല്ലേ? അപ്പോൾ നമ്മളോട് എക്സാമിൻ ഇഫ് ദർ ഈസ് എനി, ഒരേ കാര്യം തന്നെയാണ്, ഒരേ ആൾക്കാർ ചെയ്യുന്ന കാര്യം. ഒരാഴ്ചയിൽ ഇത്ര ഉണ്ടായി, രണ്ടാമത്തെ ആഴ്ചയിൽ ഇത്ര ഉണ്ടായി എന്നാണ് പറയുന്നത്. എക്സാമിൻ ഇഫ് ദർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്, അവരുടെ പെർഫോമൻസിൽ വല്ല ഡിഫറൻസും ഉണ്ടോ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വല്ല ഡിഫറൻസും വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത് കേട്ടോ. അപ്പം നമ്മളിതിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്താണ്? ടി ടെസ്റ്റാണ്, പെയ്ഡ് ഒബ്സർവേഷനാണ്. അപ്പോൾ നമുക്ക് ചെയ്യാം. ടി ടെസ്റ്റിൽ കാണാനുള്ള സമവാക്യം നമ്മൾ ആദ്യം എഴുതി വയ്ക്കുക കേട്ടോ. ടി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളോട് എന്താണ്, നമ്മളോട് സ്റ്റാൻഡേർഡ് എറർ എങ്ങനെയാണ്, ടി ടെസ്റ്റ് കാണുക എന്ന് നമുക്ക് ആദ്യം എഴുതി വയ്ക്കാം. അപ്പോൾ എന്താണ് ടി ടെസ്റ്റ് പറഞ്ഞാൽ? ടി ടെസ്റ്റ് ഈസ് ഈക്വൽ ടു ഡി ഡാഷ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ? ഇത് വാല്യൂസ് എഴുതാം, സ്കോർ എഴുതാം കേട്ടോ. ആദ്യത്തെ ആഴ്ചയും രണ്ടാമത്തെ ആഴ്ച, ആദ്യത്തെ ആഴ്ച രണ്ടാമത്തെ ആഴ്ച. എത്രയ്ക്കാണ്? 67, 24, 57, 55, 63, 54, 56, 68, 33, 43. ഇത്രയാണ് ആദ്യത്തെ ആഴ്ചത്തെ സ്കോറുകൾ വരുന്നത് അല്ലേ? ഇനി സെക്കൻഡ് ആഴ്ച എങ്ങനെയൊക്കെയാണ് സ്കോറുകൾ വരുന്നത്? 70, 38, 58, 58,
56, 67, 68, 72, 42, 38. ഇങ്ങനെയാണ് സ്കോറുകൾ വരുന്നത് അല്ലേ. ഇനി ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ കാണുന്നത് കേട്ടോ. -3, 67 - 70, 24 - 38 എത്ര? 34, 14 എത്ര വരിക? -14, 57, 58 അല്ലേ. അപ്പോൾ എത്ര വന്നു? -1, 55, 58, -3, 63, 56 +7, ഇവിടെ 54, 67, -13, 56, 68, -12, ഇവിടെ -4, ഇവിടെ എത്ര വന്നു? -9 +5. ഇങ്ങനെയാണ് ഡി വന്നത് അല്ലേ. ഇനി ഡി സ്ക്വയർ, ഇതിൻ്റെയൊക്കെ സ്ക്വയർ കാണാം അല്ലേ. അപ്പം 3, 9, 114, 196, 19, 49, 169, 144, 16, 81, 25. ഇങ്ങനെയൊക്കെയല്ലേ ഇതിൻ്റെ സ്ക്വയർ വരിക. സ്ക്വയർ കണ്ടു. ഇതിൻ്റെ രണ്ടിൻ്റെയും ടോട്ടൽ കാണുക കേട്ടോ. ഇതിൻ്റെയും ടോട്ടൽ ഇതിൻ്റെയും. ഇത് -47, മൈനസും പ്ലസും വന്നു കഴിഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടുക കേട്ടോ. ഇത് 699. ഇങ്ങനെയാണ് ഡി സ്ക്വയർ വരിക. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ എഴുതണം. അപ്പോൾ ഡി ഡാഷ് കാണാനുള്ള സമവാക്യം d dash is equal to sigma d by n. സിഗ്മ ഡി പറഞ്ഞാൽ -47 ഡിവൈഡഡ് ബൈ n എത്ര? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ലേ. അപ്പം -4.7, -4.7. ഇനി എസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള സമവാക്യം എന്താണ്? റൂട്ട് ഓഫ് നമ്മൾ സാധാരണ സമവാക്യം സിഗ്മ ഡി സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ ഡി ബൈ എൻ ദി ഹോൾ സ്ക്വയർ. ഇതല്ലേ നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സമവാക്യം കേട്ടോ. അപ്പോൾ റൂട്ട് ഓഫ് സിഗ്മ ഡി സ്ക്വയർ പറഞ്ഞാൽ 699 ഡിവൈഡഡ് ബൈ 10 മൈനസ് സിഗ്മ ഡി പറഞ്ഞാൽ -47, -47 ബൈ 10 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ എത്ര വരും? 69.9. റൂട്ട് ഓഫ് 69.9 മൈനസ് 10 സ്ക്വയർ 100 അല്ലേ വരിക. 47 × 47 പറഞ്ഞാൽ 22.09. ഇങ്ങനെയാണ് വരിക. മൈനസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ റൂട്ട് കാണണം. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ 47. റൂട്ട് ഓഫ് എത്ര വന്നു? 47.81. അപ്പോൾ അതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 6.91. 6.91 ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടുന്നത് കേട്ടോ. ഇനി നമ്മൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? സ്റ്റാൻഡേർഡ് എറർ കാണുക എങ്ങനെയാണ്? സ്റ്റാൻഡേർഡ് എറർ ഈസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ റൂട്ട് n - 1. എസ് ഇപ്പോൾ കിട്ടിയില്ലേ? എസ് എത്ര ഇപ്പോൾ നമുക്ക് കിട്ടിയത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്ര കിട്ടി? 6.91 ഡിവൈഡഡ് ബൈ റൂട്ട് 10 - 1. അപ്പോൾ 6.91 ഡിവൈഡഡ് ബൈ റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3 വരും അല്ലേ. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 2.3 കിട്ടി. ഇനി നമ്മൾ HO നമ്മുടെ അറിയാം നമുക്ക്. HO എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റർ എന്താണ്? ദർ ഈസ് നോ ഡിഫറൻസ്. ഡിഫറൻസ് അല്ല അവിടെ. നമുക്ക് ഒരു ഇത് കഴിയുമ്പോഴും ഒരാഴ്ച കഴിയുമ്പോഴും എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ദർ ഈസ് നോ ഡിഫറൻസ്. അപ്പോൾ ഇത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡി ഡാഷ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ അല്ലേ. ടി ടെസ്റ്റ് ആണ് നമുക്കറിയാം. ഡി ഡാഷ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ ആണ്. അപ്പോൾ ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്? എവിടെയാണ് കിട്ടിയത്? 4.7 അല്ലേ. 4.7 - 4.7 ഡിവൈഡഡ് ബൈ 2.3. അപ്പോൾ -2.04.
മൈനസ് 2.04 ആണ് വരിക. ഇനി ശ്രദ്ധിക്കുക, .04. ഇനി ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ കാണണം അല്ലേ. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n-1 ഡിഗ്രി ഓഫ് ഫ്രീഡം n-1 n എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 - 1 എന്ന് പറഞ്ഞാൽ 9 അല്ലേ. 9 നോക്കുക. അപ്പോൾ ടേബിൾ വാല്യൂ നോക്കുക കേട്ടോ. ന്യൂമറിക്കലി എങ്ങനെയാണ് ടേബിൾ വാല്യൂ എത്രയാണ് വരുന്നത് എന്നുള്ളത് നോക്കുക. ടേബിൾ എടുക്കൂ, ടി ടെസ്റ്റ് നോക്കാം. ടേബിൾ വാല്യൂ അല്ലേ. ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് 9 നോക്കുക കേട്ടോ. 9 0.05% ലെവൽ തന്നെയാണ്, അത് നമുക്കറിയാം. അപ്പം 9 നോക്കൂ, 0.05 എത്രയാണ് എന്നുള്ളത് നോക്കുക കേട്ടോ. 2 ടൈൽഡ് ആണല്ലോ, മുകളിലത്തെയാണ് നോക്കേണ്ടത്, ചോട്ടിലത്തെ അല്ല. 2.262 ആണ് വരിക കേട്ടോ. 2.262 ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് 9 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് തന്നെയാണ്, അത് നമുക്കറിയാവുന്നതാണ്. എന്നിട്ട് 9ൻ്റെ നേരെ 0.05 നോക്കുക കേട്ടോ. 0.05 നോക്കുമ്പോൾ 2.262. അപ്പോൾ നമുക്കിവിടെ അറിയാം, നമുക്ക് എന്ത് എഴുതാം? കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ടി, കാൽക്കുലേറ്റഡ് വാല്യൂ എത്രയാണ് വന്നിരിക്കുന്നത്? നമുക്ക് കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് വന്നിരിക്കുന്നത്? 2.3. ഇത് 2.262 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ന്യൂമറിക്കലി ലെസ് ദാൻ ദി ടേബിൾ വാല്യൂ. കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ന്യൂമറിക്കലി less than the table value. Numerically less than the table value. അപ്പോൾ നമുക്ക് എന്ത് പറയാം? there is no difference in their performance. അവരുടെ പെർഫോമൻസിൽ 2 ആഴ്ചയിലെ പെർഫോമൻസിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നല്ലേ പറയുന്നത്. അപ്പോൾ no difference in their performance. ഇങ്ങനെയാണ് അത് എഴുതേണ്ടത് കേട്ടോ. ഇത് നമുക്കിങ്ങനെ ഇപ്പോൾ ഇത് കണക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഇത് എങ്ങനെയാണെന്നല്ല. പെയറായിട്ട് വരിക അല്ലേ. രണ്ടാഴ്ച ഒരേ ആൾക്കാർ തന്നെ അവരുടെ പെർഫോമൻസ് നോക്കുക. 2 ആഴ്ചത്തെ പെർഫോമൻസിന് വല്ല ഡിഫറൻസും ഉണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളൂ. അപ്പോൾ ഹൈപ്പോത്തിസിസ് എന്നുള്ള ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസിൽ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 ടൈൽ ടെസ്റ്റ് എന്താണ്, 2 ടൈൽ ടെസ്റ്റ് എന്താണ്, നൾ ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിയറി പാർട്ട് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 2 മെത്തേഡ് വെച്ചിട്ടുള്ള കണക്കുകളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാ കണക്കുകളും നല്ല രീതിയിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൽ എന്തെങ്കിലുമൊക്കെ സംശയം വരികയാണെങ്കിൽ ചോദിക്കുക, അപ്പോൾ പറഞ്ഞു തരാം കേട്ടോ. ഇനി അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് അടുത്ത ചാപ്റ്ററായ chi-square ടെസ്റ്റ് എന്നുള്ള ഒരു പുതിയൊരു ചാപ്റ്ററാണ് നമുക്കിനി തുടങ്ങാനുള്ളത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരും, അത് തുടങ്ങാം നമുക്ക്. അപ്പോൾ നമ്മൾ ഹൈപ്പോത്തിസിസ് നിർത്തി ഇനി നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോവുകയാണ്. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് chi-square ടെസ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമുക്ക് എടുക്കാനുള്ളത് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, essay ക്വസ്റ്റ്യൻ. ഇനിയിപ്പോൾ 2 ചാപ്റ്ററും കൂടിയാണ് നമുക്ക് പറയാനുള്ളത്. ഒരു chi-square ടെസ്റ്റുണ്ട്, അനാലിസിസ് ഓഫ് വാരിയൻസ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററും കൂടിയാണ് നമുക്കിതിൽ പറയാനുള്ളത്. chi-square ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലേ. അപ്പോൾ chi-square ടെസ്റ്റിൽ എന്താ നമ്മൾ നോക്കുന്നത് വെച്ചെങ്കിൽ 2 തരത്തിലുള്ള ഫ്രീക്വൻസീസ് ഉണ്ട്. ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും. ആ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് the discrepancy between the observed frequency and expected frequency അല്ലേ. അപ്പോൾ എത്രത്തോളം വ്യത്യാസമാണ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തമ്മിൽ വരുന്നത് വെച്ചെങ്കിൽ അതാണ് നമുക്ക് chi-square ടെസ്റ്റിൽ പറയാനുള്ളത്. ശ്രദ്ധിക്കുക, ഞാൻ പറയാം കേട്ടോ. അപ്പം chi-square ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പറയാനുള്ളത്. ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഇൻ വിച്ച് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോളോ chi-square distribution is called chi-square test.
chi-square test is a statistical test which tests the significance of difference between. നേരത്തെ ഞാൻ പറഞ്ഞു തന്നു chi-square ടെസ്റ്റ് പറഞ്ഞാൽ ഏതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് ആണ് അതിൽ പറയുന്നത് വെച്ചെങ്കിൽ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് chi-square ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ chi-square ടെസ്റ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് വിച്ച് ടെസ്റ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ observed frequency and corresponding theoretical frequencies of the distribution. Theoretical frequencies എന്ന് പറഞ്ഞാൽ expected frequencies. അവ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. Without any assumption about the distribution of the population. അപ്പോൾ chi-square ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉപയോഗിക്കുന്ന വേറൊരു ടെസ്റ്റിനെയാണ് നമ്മൾ chi-square ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിലെന്താണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്? ടെസ്റ്റിംഗ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ഏതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ അതിൽ നിന്ന് ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തമ്മിലുള്ള തിയററ്റിക്കൽ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളതിൽ നോക്കുന്നത്. നെക്സ്റ്റ് വൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് chi-square ടെസ്റ്റ്. രണ്ട് തരത്തിലാണ് ടെസ്റ്റ് ഉള്ളത്. പാരാമെട്രിക് ടെസ്റ്റും ഉണ്ട്, നോൺ പാരാമെട്രിക് ടെസ്റ്റും ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് പറയാം ഇത് chi-square ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നോൺ പാരാമെട്രിക് ടെസ്റ്റാണ്. chi-square ടെസ്റ്റ് ഈസ് എ നോൺ പാരാമെട്രിക് ടെസ്റ്റ്. അസംഷൻ എബൌട്ട് ദി ഫോം ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇസ് പാരാമീറ്റേഴ്സ് ഈസ് നോട്ട് റിക്വയർഡ്. പാരാമീറ്റേഴ്സ് ഒന്നും ആവശ്യമില്ല. ഇത് എന്ന് പറഞ്ഞാൽ ഒരു chi-square ടെസ്റ്റ് ഈസ് എ നോൺ പാരാമെട്രിക് ടെസ്റ്റാണ്. It is a distribution free test which can used in any type of distribution of population. ഏത് ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷനിലും നമുക്കിത് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. In analysis, the difference between observed frequency and set of expected frequency. നമുക്കറിയാം chi-square ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് ആണ്? ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് chi-square ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമുക്ക് എന്ത് പറയാം ഏതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് chi-square ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ നോൺ പാരാമെട്രിക് ടെസ്റ്റ്. chi-square ടെസ്റ്റ് ഈസ് എ നോൺ പാരാമെട്രിക് ടെസ്റ്റ്. പിന്നെ ഇറ്റ് ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ ഓർ ഫ്രീ ടെസ്റ്റ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻ എനി ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ. ഡിഫറൻസ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി അതാണ് chi-square ടെസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി യൂസസ് ഓഫ് chi-square ടെസ്റ്റ്. യൂസസ് പറഞ്ഞ ഉപയോഗം. chi-square ടെസ്റ്റിൻ്റെ യൂസസ് എന്തൊക്കെയാണ്? അപ്പോൾ ഒന്നാമതായിട്ട് chi-square ടെസ്റ്റ് ഈസ് യൂസ്ഡ് ദ മോസ്റ്റ് യൂസ്ഫുൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ്. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ലാർജ് നമ്പർ ഓഫ് പ്രോബ്ലംസ് ഇൻ പ്രാക്ടീസ്. ലാർജ് നമ്പർ ഓഫ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ chi-square ടെസ്റ്റ് ഉപയോഗിക്കുന്നു. യൂസസ് ഓഫ് chi-square ടെസ്റ്റ് ആർ യൂസസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ടെസ്റ്റ് ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട് ഈ 4 എണ്ണം ആണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വാട്ട് ആർ ദി യൂസസ് ഓഫ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് മെൻ ബൈ chi-square ടെസ്റ്റ്? വാട്ട് ആർ ദി യൂസസ് ഓഫ് chi-square ടെസ്റ്റ് എന്ന്. ഫസ്റ്റ് വൺ യൂസ്ഫുൾ ഫോർ ദി ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അത് ശരിയായ തരത്തിൽ അറ്റൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ? ഒബ്സർവ്ഡ് ഫ്രീക്വൻസി, നമ്മളിപ്പോൾ 2 ഫ്രീക്വൻസി തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതിൽ പറയുന്നത്. ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും അല്ലേ. അപ്പോൾ അവ തമ്മിലുള്ള ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഉണ്ടോ? ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തമ്മിൽ ഫിറ്റ് ആണോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടി. അപ്പോൾ യൂസ്ഫുൾ ഫോർ ദി ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. പിന്നെ യൂസ്ഫുൾ ഫോർ ദി ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് എത്രത്തോളം ഇൻഡിപെൻഡൻ്റ് ആണ്, ഓരോ അട്രിബ്യൂട്ട്സും എത്രത്തോളം ഇൻഡിപെൻഡൻ്റ് ആണ്. പിന്നെ ഹോമോജിനിറ്റി അവയെല്ലാം ഒരുപോലെയാണോ. അതുമാതിരി തന്നെ യൂസ്ഫുൾ ഫോർ ദി ടെസ്റ്റിംഗ് ഓഫ് ഗിവൺ പോപ്പുലേഷൻ വാരിയൻസ്. ഇങ്ങനെ 4 യൂസസ് ആണ് chi-square ടെസ്റ്റ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ വാട്ട് ആർ ദി യൂസസ് ഓഫ് chi-square ടെസ്റ്റ് പറഞ്ഞാൽ യൂസ്ഫുൾ ഫോർ ദി ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്, പിന്നെ യൂസ്ഫുൾ ഫോർ ദി ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് അട്രിബ്യൂട്ട്സ്, പിന്നെ പറയുന്നത് യൂസ്ഫുൾ ഫോർ ടെസ്റ്റിംഗ് ഹോമോജിനിറ്റി, യൂസ്ഫുൾ ഫോർ ടെസ്റ്റിംഗ് ഗിവൺ പോപ്പുലേഷൻ വാരിയൻസ്. ഇത്രയൊക്കെയാണ് അതിൻ്റെ യൂസസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഓരോ പോയിൻറ്റും നമുക്ക് വീണ്ടും എടുത്ത് പറയാം. ഫസ്റ്റ് വൺ യൂസ്ഫുൾ ഫോർ ദി ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിൻറ്റ് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ chi-square ടെസ്റ്റ് ക്യാൻ ബി യൂസ് ടു അസർട്ടൈൻ ഹൗ വെൽ തിയറട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ദ ഡാറ്റ. ഈ തിയറട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എത്രത്തോളം ഫിറ്റാണ് എന്നുള്ള കാര്യം. വി ക്യാൻ ടെസ്റ്റ് വെദർ ദി ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ബിറ്റ്വീൻ എത്രത്തോളം ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഉണ്ട്, ഏതൊക്കെ തമ്മിൽ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തമ്മിൽ എത്രത്തോളം ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഉണ്ട് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം.
നെക്സ്റ്റ് വൺ യൂസ്ഫുൾ ഫോർ ദി ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് അട്രിബ്യൂട്ട്സ്. അപ്പോൾ തന്നിരിക്കുന്ന അട്രിബ്യൂട്ട്സ് 2 അട്രിബ്യൂട്ട്സ് ആണ്, അവ ഇൻഡിപെൻഡൻ്റ് ആണോ അതോ അല്ലയോ എന്നുള്ള കാര്യം മെഷർ ചെയ്യാൻ അല്ലേ. വിത്ത് ദി ഹെൽപ്പ് ഓഫ് chi-square ടെസ്റ്റ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് വെദർ 2 അട്രിബ്യൂട്ട്സ് ആർ അസോസിയേറ്റഡ്, കൂടിച്ചേർന്നിട്ടാണോ അതോ അല്ലയോ, അസോസിയേറ്റ് ചെയ്യാൻ ഡിപ്പെൻഡൻറ്റ്, പരസ്പരം ഡിപ്പെൻഡൻ്റ് ആണോ അല്ലയോ എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കാം. പിന്നെ യൂസ്ഫുൾ ഫോർ ടെസ്റ്റിംഗ് ഹോമോജിനിറ്റി, അവ തമ്മിൽ ഹോമോജീനിയസ് ആണോ, ഒരുപോലെയാണോ, സിമിലാരിറ്റി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ആർ കൺസേൺ വിത്ത് ദി പ്രോബ്ലം ഓഫ് വെദർ വൺ അട്രിബ്യൂട്ട്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് അനദർ, വെയിൽ ടെസ്റ്റ് ഓഫ് ഹോമോജിനിറ്റി ആർ കൺസേൺ വിത്ത് വെദർ ഡിഫറെൻറ്റ് സാമ്പിൾ കം ഫ്രം ദി സെയിം പോപ്പുലേഷൻ. പിന്നെ യൂസ്ഫുൾ ഫോർ ടെസ്റ്റിംഗ് ദി ഗിവൺ പോപ്പുലേഷൻ വാരിയൻസ് എങ്ങനെ. chi-square ടെസ്റ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് വെദർ ദി ഗിവൺ പോപ്പുലേഷൻ വാരിയൻസ് ഈസ് അക്സെപ്റ്റബിൾ, പോപ്പുലേഷൻ വാരിയൻസ് അക്സെപ്റ്റബിൾ ആണോ അല്ലയോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ chi-square ടെസ്റ്റ് ഉപയോഗിക്കുന്നു. അപ്പോൾ 3 തരത്തിലാണ്, 4 യൂസസ് ആണ് chi-square ടെസ്റ്റിൻ്റെ നമുക്ക് പറയാനുള്ളത്. യൂസ്ഫുൾ ഫോർ ദി ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്, യൂസ്ഫുൾ ഫോർ ദി ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് അട്രിബ്യൂട്ട്, യൂസ്ഫുൾ ഫോർ ടെസ്റ്റിംഗ് ഹോമോജിനിറ്റി, useful for the population variance. അപ്പോൾ what is meant by chi-square test? Chi-square test describes the discrepancy between observed frequency and expected frequency. ഇനി എപ്പോഴും തിയറി ചോദിക്കുക, 1 വേർഡ് ചോദിക്കുന്ന ഒന്നാണ്. chi-square test is a നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ്. പിന്നെ നമ്മൾ എന്ത് പറയുന്നു, 4 മെത്തേഡാണ് അതിൽ പറയാനുള്ളത്. യൂസ്ഫുൾ ഫോർ ദി ടെസ്റ്റ് ഓഫ് ഹോമോജിനിറ്റി, യൂസ്ഫുൾ ഫോർ ടെസ്റ്റിംഗ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഇറ്റ്, യൂസ്ഫുൾ ഫോർ ദി ടെസ്റ്റിംഗ് ഓഫ് പിന്നെ ദ ഇൻഡിപെൻഡൻസ് ഓഫ് അട്രിബ്യൂട്ട്സ് ആൻഡ് പോപ്പുലേഷൻ വാരിയൻസ്. ഇനി ഫസ്റ്റ് വൺ യൂസ്ഫുൾ ഫോർ ദി ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. ആദ്യത്തെ നമുക്ക് എടുക്കാനുള്ളത് ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റായിട്ട് പറയാനുള്ളത്. അതിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ദർ ഈസ് എ HO എന്ന് പറഞ്ഞാൽ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്, ദർ ഈസ് എ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. അപ്പോൾ ഇതിലെ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഏതൊക്കെ തമ്മിലുള്ള ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ആണ്, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും. ഇത് കാണാനുള്ള സമവാക്യം സിഗ്മ O-C² ഡിവൈഡഡ് ബൈ ഇ. chi-square ഡിസ്ട്രിബ്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ chi-square is equal to സിഗ്മ O-E². O പറഞ്ഞാൽ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി, ഇ പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ഇ. ഡിഗ്രി ഓഫ് ഫ്രീഡം കാണുക എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ n-1 എന്നുള്ളതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാനുള്ള സമവാക്യം. എന്നിട്ട് നമ്മൾ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നോക്കുന്നു. എന്നിട്ട് കാൽക്കുലേറ്റഡ് വാല്യൂ ആണോ ടേബിൾ വാല്യൂ ആണോ ഗ്രേറ്റർ നോക്കുന്നു. എന്നിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. അപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ടെസ്റ്റിംഗ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഉണ്ടോ എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് പറയാനുള്ളത് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ബിറ്റ്വീൻ ഏതൊക്കെയാണ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തമ്മിലുള്ള ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ആണ് നമ്മളിതിൽ നോക്കുന്നത്. എന്നിട്ട് നമ്മൾ സമവാക്യം ഉപയോഗിക്കുന്നു. chi-square ടെസ്റ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ O-C സിഗ്മ O-C ഡിവൈഡഡ് O-C² ഡിവൈഡഡ് ബൈ ഇ. എന്നിട്ട് നമ്മൾ എന്ത് നോക്കുന്നു, ഡിഗ്രി ഓഫ് ഫ്രീഡം കാണുന്നു. ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാൻ വേണ്ടിയിട്ട് n-R-1 ആണ്, നമ്പർ -ρ-1. എന്നിട്ട് നമ്മൾ എന്ത് കണ്ടു, ടേബിൾ വാല്യൂ ആണോ മറ്റേ ഏത് വാല്യൂ ആണോ കൂടുതൽ എന്ന് നോക്കുന്നു. എന്നിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നു. ഇതാണ് ആദ്യത്തെ നമുക്ക് സമവാക്യം കാണാനുള്ള ഇക്വേഷനായിട്ട് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്കൊരു കണക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്സ് വേണമെങ്കിൽ ഒന്നും കൂടിയും എഴുതാം, ശ്രദ്ധിക്കുക. ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്, ഫസ്റ്റ് വൺ ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. ആദ്യത്തെ ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് വൺ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഏതൊക്കെ വാല്യൂസാണ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും നോക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ സമവാക്യം ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലേ കാണാനുള്ള സമവാക്യം, ടെസ്റ്റ് സ്റ്റാറ്റിക് ഇസ് ഈക്വൽ ടു സിഗ്മ O-E² ഡിവൈഡഡ് ബൈ ഇ. O എന്ന് പറഞ്ഞാൽ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി, ഇ എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. പിന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം n-R-1 എന്നുള്ളതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നുള്ളതിൽ പറയാനുള്ളത് കേട്ടോ. ഇതിൽ നമുക്ക് n അറിയാം, നമ്പർ R എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കൺസ്ട്രെയിൻസ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ 1
പിന്നെ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, അതിൽ ടേബിൾ വാല്യൂ ആണോ മറ്റേ കാൽക്കുലേറ്റഡ് വാല്യൂ ആണോ ഗ്രേറ്റർ നോക്കുക, അതിനനുസരിച്ച് അത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കുക. ഇതാണ് കൈ സ്ക്വയർ ടെസ്റ്റിൽ നമുക്ക് ഫസ്റ്റ് മെത്തേഡിൽ പറയാനുള്ളത് കേട്ടോ. ഇനി ഞാൻ ഒരു കണക്ക് ചെയ്യാം, ശ്രദ്ധിച്ചോളൂ. given below are observed and expected frequencies in a study made. ആദ്യം നമുക്ക് എന്ത് എഴുതാം? ഒബ്സർവ്ഡ് ഫ്രീക്വൻസി, ഒബ്സർവ്ഡ് എക്സ്പെക്റ്റഡ്. ഒബ്സർവ്ഡ് പറഞ്ഞിട്ട് 25, 24, 42, 40, 50. നെക്സ്റ്റ് എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് 30, 32, പിന്നെ 35, നെക്സ്റ്റ് 36, 48. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്ലൈ കൈ സ്ക്വയർ ടെസ്റ്റ് അപ്ലൈ ചെയ്യാനും എന്നിട്ട് examine whether the observed frequency are in agreement with the expected frequencyയും observed frequencyയും തമ്മിലുള്ള അഗ്രിമെൻറ്റ് എങ്ങനെയാണ് അല്ലേ, അതാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ചെയ്യുക. ആദ്യം നമ്മളിങ്ങനെ ചോട്ടിലേക്ക് എഴുതി ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എഴുതി, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എഴുതി അല്ലേ. ഇനി നമ്മൾ O - C ഹോൾ സ്ക്വയർ ആണ് നെക്സ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. O - C ഹോൾ സ്ക്വയർ എന്നാൽ രണ്ടും മൈനസ് ചെയ്യുക. 25 - 30 എന്ന് പറഞ്ഞാൽ ചിഹ്നം വേണ്ട, സ്ക്വയർ കാണുകയല്ലേ. അപ്പോൾ 25, 5 അല്ലേ വരും, 5ൻ്റെ സ്ക്വയർ 25, 24 8 അല്ലേ, 8 64, ഇവിടെ 7 49, ഇവിടെ എത്ര വരും 4 16, 2 4. O - C ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ. ഇ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ. ഇ പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് ഇ. എത്രയ്ക്കാണ് വരുന്നത് വെച്ചെങ്കിൽ എത്രയാണ് വരുന്നത് വെച്ചെങ്കിൽ അതിനെ നമ്മൾ ഇ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ എത്രയാണ് വരുന്നത്? O - C ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ. 25 ഡിവൈഡഡ് ബൈ 30 അല്ലേ, എത്ര വന്നു? 25/30 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ എത്ര വരും? 5 കൊണ്ട് 5 25, 6 5 30 അല്ലേ, വന്നില്ലേ? 25 ഡിവൈഡഡ് ബൈ 30 ആണ് വരിക. അപ്പം ഇവിടെ 5 അല്ലേ വരുന്നത്, അപ്പോൾ പോയിൻ്റ് ഇട്ടു 50 അല്ലേ. 8 48 അല്ലേ, 8 48, ബാക്കി 2 20, 6 3 18, അപ്പോൾ 0.833. ടോട്ടൽ കണ്ടിട്ടല്ല ചെയ്യുക, അങ്ങനെ ഡയറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ എത്രയാണ്? 25 O - C ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ 25/30. പിന്നെ 2, നെക്സ്റ്റ് 1.40, നെക്സ്റ്റ് 0.44, നെക്സ്റ്റ് 0.08. അപ്പോൾ സിഗ്മ ഇതിൻ്റെ ടോട്ടൽ സിഗ്മ O - C ഈ ഹോൾ സ്ക്വയറിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 4.75. ഇങ്ങനെ വേണം ചെയ്യാൻ കേട്ടോ. O - C ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ എന്ന് പറഞ്ഞാൽ 25 ഡിവൈഡഡ് ബൈ 30, 64 ഡിവൈഡഡ് ബൈ 32, അങ്ങനെയാണ് ചെയ്യേണ്ടത്. O - C ഹോൾ സ്ക്വയർ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് കൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു സിഗ്മ O - C ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ. O - C ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇ നമ്മൾ കണ്ടു. എത്രയാണ്? 4.75. അതിൻ്റെ സിഗ്മ 4.75 എൻ്റെ ആൻസർ കിട്ടി അല്ലേ. ഇനി ഡിഗ്രി ഓഫ് ഫ്രീഡം n - r - 1. n എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമാണെന്ന് നോക്കുക. 5 എണ്ണല്ലേ ഉള്ളത്. 1 2 3 4 5.
5 മൈനസ് നമ്മൾ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കൺസ്ട്രെയിൻ ആണ്. അതൊന്നും നമുക്കിതിൽ തന്നിട്ടില്ല. അപ്പോൾ 0 മൈനസ് 1 അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 വന്നു കേട്ടോ. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5%. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5%. ഇനി നമ്മൾ ടേബിൾ എടുക്കുക കേട്ടോ. ടേബിളിൽ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ ഉണ്ട്. എടുക്കുക കൈ സ്ക്വയർ പറയാം. പേജ് നമ്പർ ഇതാ പേജ് നമ്പർ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ പേജ് നമ്പർ 14 കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. 14 ആണ് വരുന്നത് കേട്ടോ. 14 നമ്മളോട് 4 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 4 കണ്ടില്ലേ, 4 അങ്ങനെ ചോട്ടിലേക്കുള്ളത് 4, ഇവിടേക്ക് ഇങ്ങനെ അടിയിലേക്കുള്ളതിൽ 4 നോക്കുക. അതിൽ 0.05 4 എടുത്തു. അതിൽ 0.05 പോട്ടെ, എങ്ങനെ പോയി എവിടെ 0.05 കാണുന്നില്ലല്ലോ. 0.05 ഇത് ഇവിടെ ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പോൾ എത്രയാണ് വരുന്നത്? 5 0.05 എന്ന് പറഞ്ഞാൽ ഇത് ലെവൽ ഓഫ് ടേബിൾ വാല്യൂ ഓഫ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു 5% ലെവൽ അടിയിലാണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ വരുന്നത് എത്രയാണ് വരുന്നത് വെച്ചെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് 9.488 ആണ് വരുന്നത് കേട്ടോ. 4 നോക്കുക. എന്നിട്ട് 5 0.05 ഇവിടെ കാണാം. 0.05 9.488 ഏതിലാണെന്ന് മനസ്സിലായി? ഒന്നുകൂടി ഞാൻ പറയാം. പേജ് നമ്പർ 14 നമ്മൾ കാണാം 4 ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. 4 കിട്ടി. ആ 4 ഇങ്ങനെ ചോട്ടിലോട്ട് 1 2 3 4 ഈ 4 നോക്കുക. എന്നിട്ട് ഇതേ ഇവിടെ 0.05 തന്നിട്ടുണ്ട്. 0.025ൻ്റെ തൊട്ടപ്പുറത്തായിട്ട് 0.05 തന്നിട്ടുണ്ട്. അപ്പോൾ 4ൻ്റെ നേരെ നോക്കുമ്പോൾ 9.488 എന്ന് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ നോക്കുക ഏത് വാല്യൂ ആണ് കൂടുതൽ. കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ദി നമുക്ക് കിട്ടിയതിനേക്കാൾ അല്ല, കാൽക്കുലേറ്റഡ് വാല്യൂ അല്ല, ടേബിൾ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ദി കാൽക്കുലേറ്റഡ് വാല്യൂ അല്ല. ടേബിൾ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ദി calculated value. Table value is greater than the table value അല്ലേ കൂടുതൽ വരുന്നത്. Table value is greater than the calculated value. ഇനി ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ therefore there is a goodness of fit between observed frequency and expected frequency. അപ്പോൾ ടേബിൾ വാല്യൂ ആണ് ഇവിടെ കൂടുതൽ വരുന്നത്. അപ്പോൾ so there is a goodness of fit between ഏതാ ഇവിടെ കൂടുതൽ വരുന്നത്? ടേബിൾ വാല്യൂ ആണ് ഗ്രേറ്റർ വരുന്നത്. അപ്പോൾ so there is a goodness of fit between ഏതൊക്കെ തമ്മിലാണ്? കാൽക്കുലേറ്റഡ് there is a goodness of fit between ഏതൊക്കെ നമ്മളോട് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കേട്ടോ. അപ്പം ഏത് ഇതാവുമ്പോഴാണ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഉണ്ടാവുക? കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ദി ടേബിൾ വാല്യൂ. ടേബിൾ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ദി കാൽക്കുലേറ്റഡ് വാല്യൂ. അപ്പോൾ ദർ ഇസ് എ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കേട്ടോ. അപ്പോൾ നമ്മൾ കൈ സ്ക്വയർ ടെസ്റ്റാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൈ സ്ക്വയർ ടെസ്റ്റിൽ നമ്മൾ എന്താ പറഞ്ഞത്? വാട്ട് ഈസ് കൈ സ്ക്വയർ ടെസ്റ്റ് ഈസ് എ നോൺ പാരാമെട്രിക് ടെസ്റ്റാണ്. അതിലെന്താ നമ്മൾ നോക്കുന്നത്? ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ആൻഡ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയാണ് നമ്മളിവിടെ നോക്കുന്നത്. പിന്നെ അതിൽ പറഞ്ഞത് എന്തൊക്കെയാണ്? അത് 4 മെത്തേഡാണ്. യൂസ്ഫുൾ ഫോർ ദി ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്, യൂസ്ഫുൾ ഫോർ ദി ടെസ്റ്റ് ഓഫ് പോപ്പുലേഷൻ വാരിയൻസ്, പിന്നെ ഏതാ പറഞ്ഞത്? യൂസ്ഫുൾ ഫോർ ദി ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് അട്രിബ്യൂട്ട്സ്,
അല്ലേ? അതൊക്കെയല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ആണ് നമ്മൾ ചെയ്തത്. അതിൽ കാണാനുള്ള ഇക്വേഷൻ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തമ്മിൽ എത്രത്തോളം ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഉണ്ട് എന്ന് മെഷർ ചെയ്യാൻ സിഗ്മ O - C ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ E ചെയ്യാൻ മതി കേട്ടോ. എന്നിട്ട് കാൽക്കുലേറ്റഡ് വാല്യൂ ആണോ ടേബിൾ വാല്യൂ ആണോ ഗ്രേറ്റർ എന്ന് നോക്കുക. അതിനനുസരിച്ച് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ. ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക, ഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയാം. അപ്പോൾ ടേബിൾ വാല്യൂ ആണ് കൂടുതൽ ചെങ്കിൽ അവ തമ്മിൽ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയും ടോപ്പിക്ക് മനസ്സിലായി ഉണ്ടാവും വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. ഓക്കെ.